ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധിക ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ നിന്നിട്ടുമുണ്ട്. ഞാൻ പലപ്പോഴും എന്റെ വിഷമങ്ങൾ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കാം. അത് ചിലപ്പോ നേരം വെളുക്കുന്നത് വരെ നീണ്ടു നിൽക്കും. ഇപ്പൊ ഞാൻ രാധികയെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. മോളുടെ ഭർത്താവിനെ അദ്ദേഹം ഒന്ന് കാണട്ടെ. മാഡം വേറൊന്നും വിചാരിക്കരുത്. രാധിക പറഞ്ഞിട്ടുള്ളതല്ലാതെ മാഡത്തിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് വരുൺ. വരുൺ നിർബന്ധിച്ച ഫിദ ചിലപ്പോ പഴയ കാര്യങ്ങൾ പറയുമായിരിക്കും. പക്ഷേ പിന്നീട് കുറെ നേരം ഫിദ സാധാരണ രീതിയിലായിരിക്കില്ല. ഓ, അദ്ദേഹത്തിന്റെ മരണത്തോടെ ഫിദ ഒറ്റപ്പെട്ടു. അത്രയും വരുൺ മനസ്സിലാക്കിയാൽ മതി. പിന്നെ വരുൺ, എന്റെ മോക്ക് എനിക്കൊരു സമ്മാനം കൊടുക്കണമെന്നുണ്ട്. ഇനി എനിക്ക് എന്താ സമ്മാനം തരാൻ പോന്നെ? കല്യാണ ദിവസം അത്ര ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ? ഇനി എനിക്കൊന്നും വേണ്ട. ശരി, എന്റെ സമ്മാനമായിട്ട് കൂട്ടണ്ട. അച്ഛന്റെ സമ്മാനാന്ന് കരുതിയാ മതി. നാളെ വരുണും മോളും കൂടി കീർത്തി കാർ ഷോറൂമിലേക്ക് പോണം. ഞാനവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള എത്ര വില കൂടിയ കാറും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് ഞാൻ പേ ചെയ്യും. അയ്യോ മാഡം, പറയുന്ന കേൾക്കൂ. അതൊന്നും വേണ്ട. അച്ഛന്റെ സമ്മാനാണ്, നിഷേധിക്കരുത്. മാഡം ഓരോ നിമിഷവും മാഡം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചില ബന്ധങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യ അല്ലേ അമൃത മാഡം? തീർച്ചയായും വരും. ഓരോ ആളുകളും എത്ര വിചിത്രമായ പാതയിലൂടെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോ നാളെ തന്നെ കാർ എടുക്കാൻ പോകുന്നു. കാറിന്റെ വിലയുടെ കാറ്റഗറിയൊക്കെ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതിലും താഴ്ന്നൊരു വാഹനം എടുക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. എന്നാ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? വാ കഴിക്കാം. വരാം. വാ മോളെ. അതെ, ഇനിയെന്താ പുതിയ കഥകൾ വല്ലതും ആലോചിക്കുന്നുണ്ടോ? ഏയ്, അതൊന്നും അല്ലടോ. എന്നാ വാ.